നമസ്കാരം. കണ്ണൂർ എ ഡിയുമായിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാര്യകാരണ സഹിതം അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ അന്യായത്തിനുമേൽ ഉത്തരവ് അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഉത്തരവ് പുറത്തു വന്നു കഴിയുമ്പോൾ മറ്റൊരു കൂളിളക്കം കൂടി സൃഷ്ടിക്കപ്പെടാം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ പറയുന്ന CBI എന്ന് പറയുന്നത് എന്തോ അദൃശ്യമായ കരങ്ങളൊന്നുമില്ലാത്തതും കൂട്ടിലകപ്പെട്ടതുമായ തത്തയാണെന്നും ഒക്കെയാണ് ജയരാജന്മാരും വിജയരാഘവന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നമുക്കറിയാം, ഒരു സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ തന്നെ മുഖ്യമന്ത്രി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു കത്ത് നൽകി. പരാതിയല്ല, കത്താണ് നൽകിയെന്നാണ് പറഞ്ഞത്. ആ കത്ത് കിട്ടിയ ഉടൻ തന്നെ അദ്ദേഹം അത് CBI എൻക്വയറിക്ക് വിട്ടു. മണിക്കൂറുകളോളം മന്ദ്യവയോധികനായ ആ മനുഷ്യൻ, നമുക്കെല്ലാം അറിയാം, ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ അംഗീകാരം നേടിയ ആ മനുഷ്യൻ CBIയുടെ മുമ്പിൽ പോയിരുന്നു. അദ്ദേഹം പറയാതെ പറഞ്ഞതും സമൂഹത്തിന് ഇന്നും അറിയാവുന്നതുമായ ചില കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്കറിയാം. സർക്കാരിന് 1 രൂപ പോലും നഷ്ടം വരാത്ത ഒരു ഇടപാടിൽ കോടിക്കണക്കിന് രൂപ മുടക്കി ശിവരാജനെ കമ്മീഷനായി വെക്കുകയും അതിൻ്റെ 5-6 വോളിയുള്ള വലിയ റിപ്പോർട്ട് കിട്ടുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ നൽകിയ പരാതിയിന്മേൽ ഞാൻ അപ്പോൾ നടപടിയെടുത്തു എന്നാണ് അന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവിടെ മഞ്ജുഷ എന്ന് പറയുന്ന സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ മരണത്തെപ്പറ്റി അന്വേഷിക്കുവാനാണ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. അത് ലഭിക്കാത്തതും കൊണ്ടാണ് അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത്. തൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ സഹായിക്കുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗമാണ് അന്ന് അദ്ദേഹത്തിന് വിനയായി വന്നതും ആ ഓർമ്മകളുമായിട്ടാണ് ആരോടും പരാതിയില്ലാതെ പുതുപ്പള്ളി പള്ളിയിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നത്. നമ്മൾ ഈ പ്രശ്നങ്ങളെയൊക്കെ തന്നെ താരതമ്യം ചെയ്ത് പഠിക്കേണ്ടതായിരിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണും എന്ന് വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ പറഞ്ഞത് ആത്മഹത്യാ പ്രേരണ കുറ്റം ഇല്ലാതാകും, ദിവ്യ രക്ഷപ്പെടുമെന്നാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ നിന്ന് മാറി കൊലപാതക കുറ്റത്തിലേക്ക് അവർ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് CBI അന്വേഷണത്തെ എതിർക്കുന്നത്? ഒരു വേള നാളെ CBI അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോകും എന്ന് നമുക്ക് വിശ്വസിക്കാം. CBI അന്വേഷണം പ്രഖ്യാപിച്ചാൽ അതിനെതിരെ സർക്കാർ പോകും, പ്രഖ്യാപിച്ചില്ലെങ്കിൽ അതിനെതിരെ മഞ്ജുഷയും സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിലെ സർക്കാരിന് തൻ്റെ പൗരൻ്റെ മരണത്തെപ്പറ്റി അന്വേഷിക്കുന്നതിൽ എന്തിനാണ് എതിർപ്പ്? എന്തുകൊണ്ട് CBI എതിർക്കുന്നു? പോസ്റ്റ്മോർട്ടം തൊട്ടുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉണ്ടായ വ്യത്യാസങ്ങളും അവയിൽ അവർക്കുള്ള സംശയങ്ങളും അവർ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന പോലീസുകാരൻ എഴുതി വെക്കുന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ഈ പറഞ്ഞ രക്തക്കറ എങ്ങനെ ഉണ്ടായി എന്ന് സാധൂകരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഫോറൻസിക് സർജൻ ചെയ്യേണ്ടിയിരുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് പറഞ്ഞ് അതിൽ സാധാരണ ഒരു പോസ്റ്റ്മോർട്ടമാക്കി, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തോ ഇല്ലയോ എന്നുള്ള സംശയം നിലനിൽക്കുകയാണ് ആ കാര്യത്തിലിരിക്കുന്നത്. കോടതിയിൽ വിശദമായ വാദങ്ങൾ നടന്നതിന് ശേഷവും കോടതിയുടെ ശ്രദ്ധയിലേക്ക് പല കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ആർഗ്യുമെന്റ് നോട്ടുകൾ തയ്യാറാക്കിയത്. ഒരുപക്ഷെ വാദം പറയുന്ന സമയത്ത് ജഡ്ജ് നോട്ട് ചെയ്യപ്പെടാത്തതോ ശ്രദ്ധിക്കപ്പെടാത്തതോ പോയ കാര്യങ്ങൾ കൂടിയും മുൻപുണ്ടായ വിധിന്യായങ്ങൾ ഈ കേസുമായി എങ്ങനെ അടുത്തു പോകുന്നു എന്ന് കാണിക്കുന്നതിനും എപ്പോഴും ആർഗ്യുമെന്റ് നോട്ട് നല്ലതാണ്. ആ ആർഗ്യുമെന്റ് നോട്ട് ജഡ്ജിന് താൻ കേട്ടതും നടന്നതുമായ കാര്യങ്ങളെപ്പറ്റി ഒന്നുകൂടി ഒരു വിശകലനം നടത്തുവാനും നല്ലൊരു വിധിന്യായത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അത് സാധാരണ കേസുകളിലൊക്കെ തന്നെ നല്ല അഡ്വക്കേറ്റ്സ് ഒക്കെ ചെയ്യാറുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI അന്വേഷണം വന്നപ്പോൾ സമയത്ത് നമ്മുടെ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയി. ഒരു സംശയം എല്ലാവരിലും നിഴലിക്കുന്നില്ലേ? ഒരു സർക്കാർ എന്തിനാണ് ജനങ്ങളുടെ നികുതിപ്പണം എടുത്തുകൊണ്ട് പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ അന്വേഷണം നടക്കട്ടെ, പോലീസ് വലുതാണെന്ന് പറയാൻ വേണ്ടിയല്ല ഇവർ പോകുന്നത്. പോലീസ് അന്വേഷണം ശരിയായ രീതിയിലാണെന്ന് പറയാൻ സർക്കാരിന് എങ്ങനെ സാധിക്കും?
പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ സാധിക്കാൻ പറ്റും? കോടതിയുടെ മേൽനോട്ടത്തിലല്ലാതെ നടക്കുന്ന ഈ അന്വേഷണം ശരിയായ രീതിയിലാണെന്ന് പറയുവാൻ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് കഴിയില്ല എന്നുള്ള സത്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ സാഹചര്യത്തിൽ ഈ CBI അന്വേഷണം വേണ്ട എന്ന് പറയുവാൻ എങ്ങനെയാണ് ഒരു ഭരണകക്ഷിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഒരു കക്ഷിക്ക് പറയാൻ സാധിക്കുന്നതെന്നാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത്. എക്സിക്യൂട്ടീവിൻ്റെ അല്ലെങ്കിൽ ഭരണതലത്തിലിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് സമഭാവനയോടുകൂടി എല്ലാവരെയും കാണേണ്ടവർ, കൊലപാതകയെയും കള്ളനെയും ഒക്കെ ജയിലിലടയ്ക്കണമെന്ന് വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടവർ, അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടവർ, ജീവിച്ചിരിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കേണ്ടവർ, നമ്മുടെ കൈകളിൽ പിടിച്ചു വളരുന്ന ബാല്യത്തിന് വേണ്ടി നാളേക്ക് വേണ്ടി കരുതി വെക്കേണ്ടവർ, അവരാണല്ലോ ഭരണകർത്താക്കൾ. അങ്ങനെയുള്ളവരെന്തിനാണ് ഈ പറഞ്ഞ രീതിയിൽ ഒരു അന്വേഷണത്തെ എതിർക്കുന്നത്? ഇവിടെയാണ് സംശയത്തിൻ്റെ കുന്തമുന സർക്കാരിലേക്കും കണ്ണൂരിലെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും പോകുന്നത്. എന്തൊക്കെ കോടതികൾ പറഞ്ഞാലും അതിലൊക്കെ പ്രതിവിധി പൊതുനേരത്തിൽ നിന്ന് കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. റോഡിലൂടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നടന്നു പോയാൽ പോലെ, കാറിൽ പോകുന്നത് എന്താണെന്ന് ചോദിക്കുന്ന സംസ്കാരമുള്ളവരുടെ നാട്ടിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് അങ്ങ് മരിച്ചു പോയല്ലോ, ഇതിൻ്റെ പുറകെ നടന്നിട്ട് ബാക്കി ജീവിച്ചിരിക്കുന്നവരെ കൂടെ നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചില്ല. അങ്ങനെ ചോദിച്ചൂടാ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായിരുന്നാലും ശുഭസൂചകമായൊരു വാർത്ത കേരള ഹൈക്കോടതിയിൽ ഉണ്ടാകും എന്നാണ് ഇത്തരുണത്തിൽ നാം പ്രതീക്ഷിക്കുന്നത്. ആ വാർത്ത CBI അന്വേഷണം ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവായിരിക്കും. എന്തായിരുന്നാലും അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ സർക്കാരും കച്ച കെട്ടിയിരിക്കുന്നു എന്നാണ് രഹസ്യമായി അറിയാൻ സാധിക്കുന്നത്. എന്ത് ആയിരുന്നാലും തൻ്റെ ഭർത്താവ് ഒരിക്കലും ഒരാൾ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്താൽ ആത്മഹത്യ ചെയ്യില്ല എന്ന് മഞ്ജുഷയ്ക്കറിയാം. നീണ്ട വർഷത്തെ പ്രവർത്തന പരിചയവും സാമൂഹിക ബന്ധവും ഉള്ളൊരു മനുഷ്യൻ ഒരാൾ ചെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ കരപുരണ്ടിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല. സധൈര്യം മുമ്പോട്ട് പോവുകയേ ചെയ്യുള്ളൂ എന്ന് അദ്ദേഹത്തെ വ്യക്തമായി അറിയാവുന്ന ആൾ, കൈക്കൂലി വാങ്ങില്ല എന്നറിയുന്നവൾ, തെറ്റ് ചെയ്യില്ല എന്നറിയാവുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തന്നെയാണ്, ഭാര്യയ്ക്കും മക്കൾക്കും തന്നെയാണ്. ആ വിശ്വാസമാണ് അവരെ മുൻപോട്ട് നയിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് അവർ ഇന്ന് ഹൈക്കോടതിന് മുമ്പിൽ കൈകൊപ്പി നിൽക്കുന്നത്. ഹൈക്കോടതി അവർക്ക് അനുകൂലമായ വിധി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചു. എന്തായിരുന്നാലും അത് ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ വരെ എത്തിയേക്കാം എന്നുകൂടി നാം കരുതുന്നു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. വ്യക്തമായും നല്ലതുമായ നിർദ്ദേശങ്ങൾ നൽകിയാൽ അതനുസരിച്ചുള്ള മാറ്റം വരുത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.